മലയാളികൾക്ക് അതിവേഗ റെയിൽ യാത്രയ്ക്കിനി പ്രതീക്ഷ റാപ്പിഡ് റെയിലാണ്. ഡൽഹി സമീപ സംസ്ഥാനങ്ങളിലെ നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റത്തിന് സമാനമായി 250 കിലോമീറ്റർ വരെ വേഗത്തിൽ ഓടിക്കാവുന്ന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മെട്രോയാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. സിൽവർ ലൈൻ അനുമതി ലഭിക്കാൻ ഇടയില്ല എന്ന സ്ഥിതി ആയതോടെ ഇത്തരമൊരു പദ്ധതി കേന്ദ്ര അനുമതിക്കായി സമർപ്പിക്കാനാണ് സംസ്ഥാനത്തിന്റെ നീക്കം. എന്നാൽ ഇതിനുള്ള വിശദമായ പദ്ധതി രേഖ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയും അവിടെ നിന്ന് കാസർഗോഡ് വരെയും 2 ഘട്ടമായി നിർമ്മിക്കാമെന്നാണ് വിലയിരുത്തൽ. വന്ദേ ഭാരത് വന്നതോടെ അതിവേഗ യാത്രയ്ക്ക് പ്രിയമേറിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് 250 കിലോമീറ്റർ വേഗത്തിൽ വരെ ഓടിക്കാനാവുന്ന അതിവേഗ മെട്രോയ്ക്കുള്ള ശ്രമം. സിൽവർ ലൈന് റെയിൽവേയുടെ അനുമതി ലഭിക്കില്ല എന്ന് ഉറപ്പായതോടെയാണിത്. കേന്ദ്ര നഗര വികസന മന്ത്രാലയം അനുമതി നൽകേണ്ട അതിവേഗ മെട്രോയ്ക്ക് അനുമതി തേടിയെടുക്കാനുള്ള നീക്കം. ഇതിന് റെയിൽവേയുടെ അനുമതി വേണ്ട. പദ്ധതിക്ക് കേരളം അപേക്ഷിച്ചാൽ സഹകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് കൊച്ചി മെട്രോ റെയിൽ പോലൊരു കമ്പനി ഉണ്ടാക്കിയാൽ പദ്ധതി നടപ്പാക്കാനാവും. ഭൂനിരപ്പിലും പാലങ്ങൾക്ക് മുകളിലും ടണലുകളിലും മെട്രോയുടേതുപോലെയുള്ള പാളങ്ങളിലൂടെ ഓടുന്നതാണ് റാപ്പിഡ് റെയിൽ. പദ്ധതിക്ക് അനുമതി നൽകേണ്ടത് നഗരവികസന മന്ത്രാലയമാണെങ്കിലും റെയിൽവേയുടെ സാങ്കേതിക അനുമതി അടക്കം വേണ്ടിവരും. സിൽവർ ലൈനിന്റെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള അലൈൻമെന്റ് റെയിൽവേ ഭൂമി ഒഴിവാക്കിയാണ്. ഭൂമി ഏറ്റെടുക്കാൻ എതിർപ്പുള്ള ഇടത്തും വെള്ളക്കെട്ടുള്ള ഇടത്തും എലിവേറ്റഡ് പാതയാക്കി റാപ്പിഡ് റെയിൽ ഉണ്ടാക്കാനാണ് ശ്രമം. സിൽവർ ലൈനിന്റെ പദ്ധതി രേഖ പരിഷ്കരിച്ച് റാപ്പിഡ് റെയിലിൻ്റെതാക്കി കേന്ദ്രത്തിന് നൽകാനാണ് നീക്കം. ഡൽഹിയിൽ ദേശീയപാതയ്ക്ക് മുകളിലൂടെ റാപ്പിഡ് ഉണ്ടെങ്കിലും വളവുകൾ ഉള്ളതിനാൽ കേരളത്തിലെ ദേശീയപാതയിൽ ഇത് സാധ്യമാവില്ല. ഡൽഹിയെ സമീപ നഗരങ്ങളായ മീററ്റ്, അൽവാർ, ജലന്ധർ എന്നിവയുമായി ബന്ധിപ്പിക്കാനുള്ള പദ്ധതികളാണ് നിലവിലുള്ളത്. മീററ്റിലേക്കുള്ള പാത പൂർത്തിയായി. മറ്റുള്ളവയുടെ നിർമ്മാണം ഉടൻ തുടങ്ങും. അതേസമയം ഡൽഹിക്ക് പുറത്തേക്ക് റാപ്പിഡ് അനുവദിക്കാൻ കേന്ദ്ര മന്ത്രിസഭ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നതാണ് വെല്ലുവിളി. 250 കിലോമീറ്റർ വേഗത്തിൽ വരെ റാപ്പിഡ് റെയിലിന് സാങ്കേതിക വിദ്യയുണ്ട്. കേന്ദ്ര അനുമതിയായ ഡൽഹി ജലന്ധർ പാതയ്ക്ക് 220 കിലോമീറ്ററാണ് വേഗം. ഇതിൽ 15 കിലോമീറ്റർ ഇടവിട്ട് സ്റ്റേഷനുകളുമുണ്ട്. സ്റ്റേഷനുകൾ 30 കിലോമീറ്റർ ഇടവിട്ടാക്കിയാൽ ദൂരം കൂട്ടാം. 1 കിലോമീറ്ററിന് 360 കോടിയാണ് നിർമ്മാണ ചിലവ്. എലിവേറ്റഡ് ടണൽ അടക്കമുള്ള പാതയ്ക്കാണിത്. സിൽവർ ലൈനിൽ ഇനി പ്രതീക്ഷ വെച്ചിട്ട് കാര്യമില്ലെന്നും വേറെ വഴി നോക്കേണ്ടി വരുമെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. ഭൂമി ഏറ്റെടുപ്പിലെ എതിർപ്പ് കുറയ്ക്കാൻ സിൽവർ ലൈൻ പാത തൂണുകൾക്ക് മുകളിലൂടെ ആക്കാമെന്ന് സംസ്ഥാനം അറിയിച്ചുവെങ്കിലും കേന്ദ്ര നിലപാട് അനുകൂലമല്ല. നിലവിലെ ഇരട്ടപ്പാതയ്ക്കരികിലൂടെ 160 കിലോമീറ്റർ വേഗമുള്ള ഇരട്ടപ്പാത നിർമ്മിക്കാനാണ് റെയിൽവേയുടെ പദ്ധതി. ഇതിനുള്ള സർവേ പൂർത്തിയാക്കി DPR തയ്യാറാക്കുകയാണിപ്പോൾ. നിലവിലെ റെയിൽപാതയുമായി സംയോജിപ്പിക്കാത്ത സിൽവർ ലൈനിലെ റെയിൽവേ അതിശക്തമായി എതിർത്തതാണ് വിനയായത്. മെട്രോമാൻ E ശ്രീധരനെയും ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ KV തോമസിനെയും ഇടപെടുത്തി കേന്ദ്ര അനുമതി തേടിയെടുക്കാനുള്ള ശ്രമങ്ങളും പരാജയപ്പെട്ടു. കേരളത്തിന്റെ വികസനത്തിന് വേഗ റെയിൽ ആവശ്യമാണെന്നാണ് സർക്കാർ നിലപാട്. ഒരു വേഗപ്പാത 9 ലൈൻ ഹൈവേക്ക് തുല്യമായതിനാൽ കേരളത്തിന് അനിവാര്യമാണ്. റെയിൽവേ പറയും പോലെ 160 കിലോമീറ്റർ വേഗമുള്ള ഇരട്ടപ്പാത വന്നാലും യാത്രാ ദുരിതം തീരില്ല. ഇതിലൂടെ ഗുഡ്സ് ട്രെയിനുകൾ ഓടിച്ചാൽ അതിവേഗ യാത്ര സാധ്യമാവില്ല. ഭാവിയിൽ 250 കിലോമീറ്റർ വേഗത്തിൽ ഓടിക്കാനാവുന്ന പ്രത്യേക പാതയാണ് വേണ്ടത് എന്നും ലോകമെങ്ങും 350 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ഹൈസ്പീഡ് പാത സ്റ്റാൻഡേർഡ്സ് ഗേജിലാണെന്നും സർക്കാർ വാദിക്കുന്നു. എന്നാൽ നിലവിലെ പാതയ്ക്ക് സമാന്തരമായി ഉണ്ടായേക്കാവുന്ന ഇരട്ടപ്പാതയെ സിൽവർ ലൈന് വിളിക്കാമെന്നും ഇതിൽ നിന്ന് 50 കിലോമീറ്റർ ഇടവിട്ട് നിലവിലെ റെയിൽപാതയിൽ കണക്ഷൻ വേണമെന്നുമാണ് റെയിൽവേയുടെ നിലപാട്. സിൽവർ ലൈനിനെ കുറിച്ച് നിലവിൽ കേന്ദ്രവും സംസ്ഥാനവുമായി ആശയവിനിമയം ഒന്നുമില്ല. പാരിസ്ഥിതിക ആഘാതം, ഭൂമി ഏറ്റെടുക്കൽ കുറഞ്ഞതും ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശങ്ങളിലൂടെ ഉള്ളതുമായ E ശ്രീധരന്റെ ബദൽ പദ്ധതിയും കേന്ദ്രം പരിഗണിച്ചിട്ടില്ല. വിഴിഞ്ഞം തുറമുഖത്തേക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ കണ്ടെയ്നർ നീക്കവും സുഗമമാവും. 15 വർഷത്തിൽ 25,000 കിലോമീറ്റർ വേഗപാതകളാണ് കേന്ദ്ര ലക്ഷ്യം. 1 കിലോമീറ്റർ വേഗപ്പാതയ്ക്ക് ചെലവ് 120 കോടിയാണ്. ബദൽ പദ്ധതിക്ക് ശ്രമിക്കുമ്പോഴും സിൽവർ ലൈൻ ഉപേക്ഷിച്ചതായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. ഭൂമി ഏറ്റെടുക്കാനുള്ള കല്ലിട തടഞ്ഞതിനുള്ള കേസുകളും പിൻവലിച്ചിട്ടില്ല. 190 കിലോമീറ്റർ ദൂരത്തിൽ 6300 കല്ലുകൾ സ്ഥാപിച്ചപ്പോൾ 60 കേസുകളിലായി 600-ലേറെ പേരെ പ്രതിയാക്കി. സ്ത്രീകളെ പോലും അറസ്റ്റ് ചെയ്തിരുന്നു. ഉപേക്ഷിച്ചതായി പ്രഖ്യാപിച്ചെങ്കിൽ കേസുകൾ എഴുതിത്തള്ളാമായിരുന്നു. കേസുകൾ പിൻവലിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടും സർക്കാർ വഴങ്ങിയിട്ടില്ല. 100 കോടിയോളം രൂപ സിൽവർ ലൈൻ ഇതുവരെ ചിലവിട്ടു.
റാപ്പിഡ് റെയിലിന് കേന്ദ്രാനുമതി എളുപ്പത്തിൽ കിട്ടുമെന്നത് ചിലവിന്റെ 20% കേന്ദ്രം നൽകുമെന്നതും ഗുണകരമാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിലുള്ള പലിശരഹിതവും 50 വർഷ കാലാവധിയുള്ളതുമായ കേന്ദ്ര വായ്പയെ റാപ്പിഡിന് കിട്ടും. സിൽവർ ലൈൻ്റേതുപോലുള്ള സാങ്കേതിക വിദ്യയും കോച്ചുകളും ഇലക്ട്രിക്കൽ സിഗ്നൽ സംവിധാനം ട്രാക്കുമാണ് റാപ്പിഡിനും. തലസ്ഥാനത്തെ സമീപ നഗരങ്ങളുമായി ബന്ധിപ്പിക്കാനുള്ളതാണ് റാപ്പിഡെങ്കിലും ഏറ്റവും അധികം നഗരവൽക്കരണമുള്ളത് കേരളത്തിലാണെന്നതും ഗുണമാവും.